ഇപ്പോൾ വരുന്ന ഒരു ദൃശ്യം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ BLA പാകിസ്ഥാന്റെ കൊടികൾ താഴ്ത്തിക്കൊണ്ട് BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൊടികൾ ഉയർത്തുന്നതാണ്. അത് ഇന്നലെ ആ വാർത്തകൾ വന്നിരുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബലൂച്ച് നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഡിയർ വേൾഡ്, സ്മൈൽ ആൻഡ് ഫീൽ പ്രൗഡ് ദാറ്റ് യു ആർ വിത്ത് ബലൂചിസ്ഥാൻ, എ നേഷൻ വിത്ത് 1000 years ഓഫ് മെഗാഡ് സിവിലൈസേഷൻ എന്നാണ്. അങ്ങനെ പാകിസ്ഥാന്റെ അടിച്ചമർത്തലിനെതിരെ ഒരു ജനത മുഴുവൻ പോരാടുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന നിലപാടുമായിട്ടാണ് ബലൂചിസ്ഥാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി, അതായത് 70കളിൽ തുടങ്ങിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ അത് പിന്നീട് 2000 മുതൽ ഇങ്ങോട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന സംഘടനാ രൂപത്തിലേക്ക് കടക്കുന്നു, സായുധ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. കൊറ്റിയിലടക്കം ഒട്ടേറെ ആക്രമണങ്ങൾ ലിബറേഷൻ ആർമി നടത്തുന്നത് കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാന്റെ സൈനിക വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് പാകിസ്ഥാന് വലിയ തലവേദന. ബലൂചിസ്ഥാൻ എന്നാൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്, ജനസംഖ്യയുടെ കുറവാണ്, പക്ഷേ ഒരുപാട് പ്രകൃതിവാതക സംവിധാനങ്ങളൊക്കെ ഉള്ള ഇടമായതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പാതിയിലേറെ നഷ്ടമായി എന്നതാണ്. ഹൃദയം തകർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ഇന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ ക്വറ്റ അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ തിരിച്ചടി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെഹ്രീക്കെ ഇൻസാഫ് പ്രവർത്തകരുടെ പ്രക്ഷോഭമുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമാണ്. BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ക്വറ്റ അവരുടെ നിയന്ത്രണത്തിലായി എന്ന് പറയുന്നു. പാകിസ്ഥാന്റെ പതാക താഴ്ത്തിക്കൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ BLAയുടെ പതാക ഉയർത്തുകയാണ്. പല തരത്തിൽ പാകിസ്ഥാൻ വലയുകയാണ്. ഒരു വലിയ ചക്രവ്യൂഹത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ബലൂചിസ്ഥാനിൽ വരുന്ന ദൃശ്യങ്ങളിൽ മറ്റൊന്ന്, ഒരു വനിതാ നേതാവ് ആയിരക്കണക്കിന് വരുന്ന ബലൂജികളെ അഭിസംബോധന ചെയ്യുന്നതാണ്. നിങ്ങൾ ബലൂജികളാണെന്നതിൽ അഭിമാനം കൊള്ളൂ, പാകിസ്ഥാന്റെ ഒരു അടിച്ചമർത്തലിനും ബലൂജികൾ വഴങ്ങിക്കൊടുക്കില്ല, ബലൂചിസ്ഥാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ നിലവിൽ വരും എന്നാണ് അവിടുത്തെ വാദങ്ങൾ. ഇത് ഒരു രാജ്യത്തുണ്ടാകുന്ന സംഭവങ്ങളാണ്, വിഘടനവാദമാണ്, നമുക്കതറിയാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ എങ്ങനെയാണോ കശ്മീരിൽ വിഘടനവാദം വളർത്താൻ ശ്രമിച്ചത്, കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടത്, കശ്മീരിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയത്, അതിൻ്റെയൊക്കെ പരിണിത ഫലം കാലം കാത്തുവച്ചതുപോലെ പാകിസ്ഥാൻ ഇപ്പോൾ സ്വയം അത് അനുഭവിക്കുകയാണ്. പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാൻ എന്ന സ്ഥലത്തുണ്ടായ വിഘടനവാദം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാട്ടം എന്ന് അവർ പറയുന്നു, വിഘടനവാദം എന്ന് പാകിസ്ഥാൻ പറയുന്നു. ഏതായാലും പാകിസ്ഥാനിലുണ്ടായ വൻ ആഭ്യന്തര കലാപം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പാകിസ്ഥാന്റെ പതാകയെ താഴെ ഇറക്കിക്കൊണ്ട് BLA പതാകകൾ ഉയർത്തുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ അംഗങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം ആ രാജ്യം എത്രത്തോളം അരക്ഷിതമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയാം, പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഇന്ത്യയിൽ നിന്നുള്ള പോരാട്ടം, അത് സൈനിക തലത്തിലൊക്കെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുമ്പോഴും തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും ആഭ്യന്തരമായി പാകിസ്ഥാനെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടി ലിബറേഷൻ ആർമി, ബലൂച്ച് ലിബറേഷൻ ആർമി കൊറ്റ വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ കേന്ദ്രമാണ്. ഈ പ്രവിശ്യകളൊക്കെ തന്നെ ഇപ്പോൾ വളരെ ഒരു അരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖല അറിയ പ്രവിശ്യ ഉൾപ്പെടെ അവിടെയൊക്കെ തന്നെ ഒരു അരക്ഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം, അത് എങ്ങനെ പാകിസ്ഥാനെ നേരിടാൻ കഴിയുമെന്ന് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു. ഇന്നിപ്പോൾ IMF-ലടക്കം ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ നിലനിൽക്കെ അവിടേക്കൊക്കെ ഇന്ത്യ തടയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരക്ഷിതമായി സൈനികമായി ആഭ്യന്തരമായി അവിടെ ഉണ്ടാകുന്ന ഈ തിരിച്ചടി പാകിസ്ഥാനെ സംബന്ധിച്ചോളം അത് അത്ര പെട്ടെന്നും എതിർക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വരുന്ന ബലൂജ് ലിബറേഷൻ ആർമി, ദിബീഷ് പറഞ്ഞതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി നേരത്തെ തന്നെ അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന സമയത്ത് പോലും അന്നൊക്കെ ഉള്ള അവരുടെ അറിയാം വിഭജന സമയത്തൊക്കെ എടുത്ത അവരുടെ നിലപാട്, പിന്നീട് ജിന്ന എടുത്ത് സ്വീകരിച്ച നിലപാട്, അപ്പോൾ മുറിവേറ്റ് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവർ കാലങ്ങളായി അവർ ഫൈറ്റ് ചെയ്യുന്നു പാകിസ്ഥാന് എതിരെ. അവിടെ ഉണ്ടാകുന്ന തുറമുഖം പാകിസ്ഥാൻ നിർമ്മിച്ചു, ആ തുറമുഖത്തിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റും ഈ പ്രവിശ്യക്ക് കിട്ടുന്നില്ല. പിന്നെ പ്രകൃതിവാതകത്തിന്റെ ഏറ്റവും ഒരു കലവറയാണ്. അതൊക്കെ തന്നെ അവിടെ നിന്നും കുഴിച്ച് അവർക്കൊരു ഗുണവുമില്ല മേഖലയ്ക്ക് അവരെ ചൂഷണം ചെയ്ത് ആ ജനതയെ കൊണ്ടുപോകുമ്പോൾ അവർ ഈ അവസരം, അതായത് വിളവ് കൊയ്യാൻ പറ്റുന്ന പാകപ്പെട്ട ഒരു അവസരമായി ബലൂജ് ലിബറേഷൻ ആർമി കാണുന്നു എന്നുള്ളതാണ്. അത് പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണ്, നമുക്കതിൽ യാതൊരു കയ്യുമില്ല. പക്ഷേ പാകിസ്ഥാൻ ചെയ്തതിൻ്റെയാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നതെന്നാണ്. ഇത് മാത്രമല്ല, ഈ വിഘടനവാദ പ്രശ്നം മാത്രമല്ല, പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗം ആകെ കലുഷിതമായി നിൽക്കുന്നു. ഇമ്രാൻഖാൻ ജയിലിലാണ്. ഇമ്രാൻഖാൻ എന്തൊക്കെയാണ്, മുൻ പ്രധാനമന്ത്രിയാണ്. അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നില്ലെങ്കിൽ വെടിയേറ്റ് മരിക്കുക, അല്ലെങ്കിൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിക്കുക, അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് മരിക്കുക എന്നതാണ് അയാളുടെ വിധി എന്നതാണ് ഈ ചരിത്രം മുഴുവൻ നമ്മളോട് പറയുന്നത്. ഇമ്രാൻഖാൻ ഇപ്പോൾ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ
അതിനിടയിലാണ് ഇമ്രാൻഖാന് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളാണ് പുറത്തുവന്നത്. ഇമ്രാൻഖാനെ പുറത്തിറക്കണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്കും കലാപത്തിലേക്കും പോകുന്നുവെന്നാണ്. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത്, രാജ്യത്തിന്റെ ആഭ്യന്തരമായ ഒരുമയുടെ രംഗത്ത് അല്ലെങ്കിൽ സൈനിക തലത്തിൽ അട്ടിമറിയുണ്ടോ എന്ന റിപ്പോർട്ടിൽ അങ്ങനെ പല വിധത്തിൽ പാകിസ്ഥാൻ ആകെ ഉഴറി നിൽക്കുന്ന, അതായത് തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും അവിടുത്തെ ഈ പ്രശ്നങ്ങളെയൊക്കെ മറയ്ക്കാനുള്ള ശ്രമമായി നമ്മൾ 2.5 പതിറ്റാണ്ട് മുൻപിലത്തെ സാഹചര്യമല്ല. കാർഗിൽ യുദ്ധം 1999 ആ സമയത്ത് ഇന്ത്യയുടെ പൊരുതിയ ഒരു സാഹചര്യമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചോളം എന്നുള്ളത്. അസ്ഥിരമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. സൈനിക മേധാവിത്വമുള്ള, ഏത് നിമിഷവും സൈനികർ പിടിച്ചെടുക്കാവുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഉള്ള സ്ഥലത്ത് എല്ലാ തരത്തിലും വരിഞ്ഞു മുറുക്കുന്നു. ഇന്ത്യയോട് കളിക്കാൻ വരുമ്പോൾ ഈ 2.5 പതിറ്റാണ്ടിന് ശേഷം മുൻപ് കണ്ട അന്നത്തെ നമ്മുടെ വിജയമായിരുന്നു. അന്നും ഏകപക്ഷീയമായ വിജയം നമ്മൾ നേടി. അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി ഊർജ്ജസ്വലമായി സൈനിക തലത്തിലും അന്തർദേശീയ തലത്തിലും നയതന്ത്ര തലത്തിൽ നിൽക്കുന്ന ഒരു ഇന്ത്യയോടാണ് പാകിസ്ഥാൻ തോണ്ടിയത്, പാകിസ്ഥാൻ തൊട്ടത്. അപ്പോൾ അവർ തിരിച്ചടി നന്നായി അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മേൽ ലക്ഷ്യമിട്ട എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ ഇന്ന് തച്ചുടയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ അത്